ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കഞ്ഞിത്തുക താളിച്ചതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ല ഔഷധമുള്ളൊരു ചെടിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ ഇങ്ങനെ താളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇതിന് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തിളച്ചവെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇത് കഞ്ഞിവെള്ളത്തിലാണ് താളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇതിന് കഞ്ഞിത്തുക എന്ന് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയാമെന്നറിയില്ല. ഞങ്ങളിവിടെ കഞ്ഞിത്തുക തന്നെയാണ് പറയാറ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഒരു തവി കൊണ്ടൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഈ ഇല അരിയൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ടാൽ തന്നെ നന്നായി വെന്ത് കിട്ടും. അപ്പം നല്ല തിളച്ചാൽ തന്നെ നല്ല കുഴഞ്ഞു പോകുന്നൊരു ഇലയാണ്, കണ്ടാൽ തന്നെ അറിയാം. നല്ല ടേസ്റ്റുമാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇതിങ്ങനെ കയ്യിലെടുത്ത് നോക്കിയാൽ അറിയാം ഇത് വെന്തണോന്ന്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയരുത് ഒരിക്കലും. നല്ല രക്തമൊക്കെ ശുദ്ധിയാകണ ഒരു ഇലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ലൊരു ഔഷധമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നുണ്ട്.